ഓതിയത് മതി ഇബ്നു മസ്ഊദ്. ഇനി നമുക്ക് നിർത്താം. ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് ഖുർആൻ പാരായണം ചെയ്ത് കേൾപ്പിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ആ സന്ദർഭത്തിൽ അദ്ദേഹം തിരിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, റസൂലെ, അങ്ങയുടെ മേലാണല്ലോ ഈ വിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള താങ്കളുടെ മുമ്പിൽ ഈ ഞാൻ വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിക്കേണ്ടതുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെപ്പോലെയുള്ളവർ ഓതി കേൾക്കുന്നത് എനിക്കേറെ ഇഷ്ടമുള്ള കാര്യമാണ്. അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം ആരംഭിച്ചു. അതങ്ങനെ തുടർന്ന് മുന്നോട്ടു പോയി. സൂറ അൻ-നിസാഇൻ്റെ 41-ാമത്തെ സൂക്തം എത്തിയപ്പോൾ ഫകൈഫ ഇദാ ജഅനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജഅനാ ബിക അലാ ഹൗലാഇ ഷഹീദ എന്ന ആയത്ത് എത്തിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാവിട്ട് കരഞ്ഞ് തേങ്ങി കണ്ണുനീർ വാർത്തുകൊണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മതി ഇബ്നു മസ്ഊദ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനുമായിട്ടുള്ള പ്രവാചകൻ്റെ ബന്ധം ഇങ്ങനെയായിരുന്നു. ഓരോ ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോഴും അത് മനസ്സിൻ്റെ ഉള്ളറകളിൽ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കുകയും പലപ്പോഴും അത് കരച്ചിലിൽ അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രത്തിൽ ഒരുപാട് സ്വഹാബികളെ ഈ അർത്ഥത്തിൽ ഖുർആൻ അവരെ വല്ലാതെ ചിന്തിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, സഹോദരികളെ, നമ്മളെ ഖുർആൻ ഒരിക്കലെങ്കിലും കരയിപ്പിച്ചിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ ആയത്തുകൾ, അവൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴെങ്കിലും ഒരു സുബ്ഹാനല്ലാഹ് അതല്ലെങ്കിൽ അൽഹംദുലില്ലാ പറയേണ്ട സമയത്ത് അൽഹംദുലില്ലാ നമ്മൾ പറയാറുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയേണ്ട അടുത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാറുണ്ടോ? പരലോകത്തെ സംബന്ധിച്ചിട്ടുള്ള ആയത്തുകൾ വരുമ്പോൾ, പ്രത്യേകിച്ചും സ്വർഗത്തെക്കുറിച്ച് പറയുന്ന ആയത്തുകൾ, അത് നമ്മളെ സന്തോഷിപ്പിച്ചിട്ടുണ്ടോ? ആ സ്വർഗം നേടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നരകത്തെ സംബന്ധിച്ചിട്ടുള്ള ആയത്തുകൾ വരുമ്പോൾ ആ നരകത്തിൽ നിന്ന് രക്ഷ ചോദിച്ചിട്ടുണ്ടോ നമ്മൾ? അത് നമ്മുടെ ഉള്ളിൽ ഉൾക്കിടിലം കൊള്ളിച്ചിട്ടുണ്ടോ? ഇങ്ങനെ ഖുർആൻ നമ്മളോട് സംവദിക്കുന്ന രീതിയിൽ ഖുർആനുമായിട്ട് അടുക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.